വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. നമുക്കറിയാം, നമ്മുടെ ഈ വരാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ജൂലൈ മാസം നടക്കാൻ പോകുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട CPO ഡ്രൈവർ, അതേപോലെ നമ്മുടെ പ്രിസൺ ഡ്രൈവർ, അതേപോലെ തന്നെ നമ്മുടെ ഫയർമാൻ ഡ്രൈവർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ജൂലൈ മാസം നടക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുശേഷം അതിനടുത്ത മാസം നമ്മുടെ ഡ്രൈവർ കം OA പരീക്ഷകൾ നടക്കുവാൻ പോകുന്നു. സോ ഈ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാത്സിന്റെ ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവാണ്. അതായത് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ അധികം മാത്സിന്റെ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തും. നിങ്ങളത് ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി വെക്കുക. സോ കുറെ അധികം ഫോർമുലാസ് കിട്ടും. അതൊക്കെ ഭംഗിയായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് എക്സാം ഹാളിലേക്ക് കയറുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് നേരെ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇവിടെ മക്കളെ, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് 50 മാർക്ക് വരുന്നത് ഇത്രയും ഭാഗത്ത് നിന്നാണ്. ആ 50 മാർക്കിനകത്ത് 10 മാർക്കാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ മാത്സിനകത്ത് നിന്ന് ചോദിക്കുന്നത്. അതേപോലെ കറണ്ട് അഫേഴ്സ് 10 മാർക്കുണ്ട്. ബാക്കി സയൻസ് മാത്രം, അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇത്രയും ഭാഗത്ത് നിന്ന് 3ഉം 2ഉം 5ഉം 2ഉം 7 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 3 ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാകും. അതേപോലെ ഇന്ത്യൻ ഭരണഘടന 6 മാർക്കിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതേപോലെ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും 4 മാർക്കിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട്. അവിടുന്ന് 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ 50% ചോദ്യങ്ങൾ, അല്ലെങ്കിൽ 50 ചോദ്യങ്ങൾ വരുന്നത് ഈ പറയുന്ന 9ഉം 2ഉം 11 ഭാഗത്ത് നിന്നാണെന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇനി ബാക്കിയുള്ള 50 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മെയിൻ ടോപ്പിക്കുകളാണ്. അതിലൊന്ന്, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ CPO ഡ്രൈവർ പരീക്ഷയാണെങ്കിൽ ആ CPO ഡ്രൈവർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു തസ്തികയുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അവിടുന്ന് ഒരു 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ കോമൺ ആയിട്ട് എല്ലാ ഡ്രൈവർ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട 30 ചോദ്യങ്ങൾ. അങ്ങനെ ഇവിടുന്ന് ഒരു 50 മാർക്കും അവിടുന്ന് ഒരു 50 മാർക്കും ഉൾപ്പെടെ 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണ് നിങ്ങൾ ജൂലൈ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തില് എഴുതുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ 10 മാർക്കിന്റെ മാത്സിന്റെ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ കണ്ടു കളയരുത്. ഒരു ബുക്കിനകത്തേക്ക് അത് വൃത്തിയായിട്ട് ആ ചോദ്യം ഒന്ന് എഴുതണം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ വെറുതെ ഒന്ന് കാണുക, ചുമ്മാ ഒന്ന് കാണുക, കണ്ടുപഠിക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകരുത്. വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ആ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ടുപഠിച്ചത് സക്സസ് ആയെന്നർത്ഥം. അതല്ല, നിങ്ങൾ വെറുതെ അങ്ങ് കണ്ടു കളയുവാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. കാരണം മാത്സ് ആണ്. മാത്സ് എന്ന് പറഞ്ഞാൽ ചെയ്തു തന്നെയാണ് പഠിക്കേണ്ടത്. ബാക്കിയുള്ള വിഷയങ്ങളെ പോലുള്ള ചെയ്തു പഠിച്ചെങ്കിൽ മാത്രമേ മാത്സിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്ത് പഠിച്ചാലും നിങ്ങൾ മാത്സിനകത്തു നിന്നുള്ള ഒരു ചോദ്യം ചെയ്ത് പഠിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. നമ്മൾ സാധാരണ ഒരു ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ ആൾക്കാരും ഡ്രൈവേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെയാണ് അവർക്കും. അതായത് മാത്സ് പൊതുവെ ഡ്രൈവർ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ ഡിഫിക്കൽട്ട് ആണ്.
അതിനുവേണ്ടി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഇൻ ഹൗസിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബേസ് ലെവൽ ക്ലാസ്സുകൾ സജ്ജമാക്കുന്നുണ്ട്. സോ ആ ഒരു ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതേ ഉള്ളൂ. പരീക്ഷ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ നിങ്ങൾ പഠിക്കേണ്ടത് മാത്സിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ടല്ലോ. അതായത് വെട്ടാനും അതേപോലെ രണ്ട് സംഖ്യകൾ കിട്ടിയാൽ പെട്ടെന്നൊന്ന് ഗുണിച്ചെടുക്കാനും അല്ലെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കാനും ദശാംശ സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾ ഒരു 2-3 ക്ലാസ്സുകൾ കൊണ്ട് നേടിയെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് മാത്സിനകത്തെ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ ചെയ്തു പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10 കിട്ടിയില്ലെങ്കിലും ഒരു 7 അല്ലെങ്കിൽ 8 മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുന്ന ഒരു 2-3 ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 1ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പേ മാത്സിനകത്തെ ഈ പറയുന്നത് പോലെ എല്ലാ പരീക്ഷകളിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന 12 ടോപ്പിക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്. മെന്റൽ എബിലിറ്റി പോർഷൻ അകത്തുനിന്നുള്ള 13 ചാപ്റ്ററും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാത്സും റീസണിങ്ങും കൂടെ 25 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കുകളും ക്ലോക്ക് ആണെങ്കിലും കലണ്ടർ ആണെങ്കിലും ബ്ലഡ് റിലേഷൻ ആണെങ്കിലും ഒറ്റയാനെ കണ്ട എല്ലാം ഉണ്ട്. ഒരു ടോപ്പിക്ക് പോലും നമുക്ക് ഒഴിവാക്കാതെ സിലബസ് PSC ഡ്രൈവറിന്റെ മാത്സിന്റെ ഭാഗം, അതായത് ആ 10 ചോദ്യങ്ങൾ വരുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് ആ 15 അല്ലെങ്കിൽ ആ 12ഉം 13ഉം 25 സബ് ടോപ്പിക്കുകൾ ഒരെണ്ണം പോലും ഒഴിവാക്കാതെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സബ് ടോപ്പിക്കുകളിലെയും ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് 1-2 മണിക്കൂർ മാത്സിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസാന ഘട്ടത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും സ്റ്റക്കായിട്ട് നിൽക്കും. അത് പരീക്ഷയ്ക്ക് പോയിട്ട് നമുക്ക് ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, പ്രതീക്ഷ കൈവിടാതെ പഠിക്കുക. ഓരോ പരീക്ഷകളും ഓരോ അവസരങ്ങളാണ്. ഡ്രൈവർ പോസ്റ്റുകൾ ഒരിക്കലും നിൽക്കുന്നില്ല. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരും. സോ പഠനത്തില് ഒരു കാര്യക്ഷമമായ കുറവ് വരാതെ നല്ല കാര്യക്ഷമമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് ഈ പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും എഴുതിയ ഒരു പരീക്ഷയിലെ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അടുത്ത പരീക്ഷയ്ക്ക് അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പക്ഷേ ടച്ച് വിട്ടു പോകാൻ പാടില്ല. ടച്ച് വിട്ടു പോകാതെ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നു. നമുക്ക് പതിയെ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ഒരു PYQ എടുത്ത് നമുക്ക് ആദ്യമേ അങ്ങ് ഐശ്വര്യമായിട്ട് തുടങ്ങാം. കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. 9:30 എന്ന് പറയുന്ന സമയത്തെ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്നാണ് ചോദ്യം. സമയം 9:30 ആണ്. 9:30 എന്ന് പറഞ്ഞ സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര, ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലോക്കിലെ ഒരു സമയം തന്നിട്ട് അതിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താണ് ഇക്വേഷൻ? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് 30h മൈനസ് 11/2 m ആണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h മൈനസ് 11/2 m ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ ആണ്. എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്, മറന്നു പോരുത്. എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ ആണ്, എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. ഇവിടെ ചോദ്യം 9:30 ആണ്. 9 എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ ആണ്, 30 എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. കൊടു 30 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ 9 അല്ലേ. 30h മൈനസ് 11/2 ഇൻറ്റു എമ്മിന്റെ വില, എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്, എമ്മിന്റെ വില 30 ആണ്. എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്, എമ്മിന്റെ വില 30 ആണ്. സോ നമുക്ക് വെട്ടി ചെറുതാക്കാം. അതായത് 2 30 കൂടെ വെട്ടാം. 2ന്റെ 15ാമത്തെ ഗുണിതമല്ലേ 30. 2 30 കൂടെ വെട്ടി ചെറുതാക്കുവാണെങ്കിൽ
രണ്ടിന്റെ 15ാമത്തെ ഗുണിതമാണ് 15ാമത്തെ ഗുണിതമാണ് 30. 15ാമത്തെ മൾട്ടിപ്പിൾ ആണ് 30. എടാ 30 9 കൂടെ ഗുണിച്ചാൽ 3 9 27 270 എന്ന് വരും. മൈനസ് 11 15 കൂടെ ഗുണിച്ചാൽ 11 × 15 165 വരും. 165 വരും. 270 ന്ന് 165 കുറച്ചാൽ 10 ന്ന് 5 കുറച്ചാല് 5 വരും. അതേപോലെ തന്നെ പിന്നെ വരുന്നത് 6 ആണ് അല്ലെ. നമ്മളിവിടെ 0 ന്ന് 5 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കടമെടുത്ത് 10 ആക്കിയത്. 10 ന്ന് 5 കുറച്ച 5 വരും. പിന്നെ 6 ആണ്. 6 ന്ന് 6 കുറച്ചാല് 0 വരും. പിന്നെ അവിടെ 2 ന്ന് 1 കുറച്ചാൽ 1 വരും. ഉത്തരം 105 എന്ന് വരും. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്. ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാല് എടാ ഒന്നുമില്ല, 30h - 11/2 m ആണ്. h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ ആണ്. m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. വൃത്തിയായിട്ട് എഴുതി വെക്കുക, വൃത്തിയായിട്ട് എടുത്ത് പഠിക്കുക, ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇക്വേഷൻ ഭംഗിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്ത് വെച്ചു. 1 മാർക്ക് ഇപ്പോഴേ ഉറപ്പിക്കാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഇതെല്ലാം 2024 വിവിധ 10th ലെവൽ +2 ലെവൽ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ചോദിച്ചു പോയ ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് മുൻ വർഷ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. എടാ മക്കളെ 7 നോട്ടുകളാണ് ആകെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രടാ പിള്ളേരെ? 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രടാ എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം എന്താണ്? 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര? 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും തന്നിരിക്കുന്ന ഓരോ ഉത്തരങ്ങളും എന്തായിരിക്കും? 20 രൂപ നോട്ടുകളുടെ എണ്ണം ആയിരിക്കുമല്ലോ. 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും? 20 രൂപ നോട്ടുകളുടെ എണ്ണം ആയിരിക്കുമല്ലോ. ആണല്ലോ. അങ്ങനാണെങ്കിൽ നമുക്കറിയില്ല. 20 രൂപ നോട്ടുകളുടെ എണ്ണം 4 ആണെന്ന് കരുതാം. എനിക്കറിയില്ല. 20 രൂപ നോട്ടുകളുടെ എണ്ണം 4 ആണെന്ന് കരുതുക. ഇവിടെ മക്കളെ 20 രൂപ നോട്ടുകളുടെ എണ്ണം 4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 10 രൂപ നോട്ടുകളുടെ എണ്ണം, കാരണം 20ന്റെയും 10ന്റെ നോട്ടുകൾ മാത്രമല്ലേ ഉള്ളൂ. 20 രൂപ നോട്ടുകളുടെ എണ്ണം 4 ആണെങ്കിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം 3 കാരണം ആകെ മൊത്തം 7 നോട്ടം അല്ലേ പറഞ്ഞത്. അപ്പൊ 20 രൂപ 4 ആണെങ്കിൽ 10 രൂപ 3 എങ്കിലല്ലേ 7 വരുത്തുള്ളൂ. ഇനി നിങ്ങളത് ആലോചിച്ച് ചോദിക്കേ, 20 രൂപ നോട്ടുകളുടെ എണ്ണം 4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 20 രൂപയുടെ നോട്ടുകളുടെ എണ്ണം 4 എണ്ണം ആകുമ്പോൾ ഈ ഇവന്മാരെല്ലാം കൂടെ ചേരുമ്പോൾ എത്ര രൂപ വരും? 20ന്റെ 1, 20ന്റെ 1, 20ന്റെ 1, 20ന്റെ 1. അപ്പൊ എത്രയായി? 20ന്റെ 4 നോട്ടുകൾ ചേരുമ്പോൾ 20 × 4 80 രൂപ എന്ന് വന്നില്ലേ? അതേപോലെ 10 രൂപ നോട്ടുകളുടെ എണ്ണം 3 എണ്ണം. 10 രൂപ നോട്ടുകളുടെ എണ്ണം 3 എണ്ണം ആകുമ്പോൾ 10 × 3 30 രൂപയായില്ലേ? 30 രൂപയായി. സോ അങ്ങനെയാണെങ്കിൽ 80 30 കൂടെ കൂട്ടിയാൽ മൊത്തം കൂടെ എത്ര രൂപയായി? 110 രൂപയായില്ലേ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. നമുക്ക് ആകെ 100 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം തെറ്റാണെന്ന് മനസ്സിലായില്ലേ? ഓപ്ഷൻ എ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണെന്ന് കരുതാം. അതായത് 20 രൂപ നോട്ടുകളുടെ എണ്ണം 3 ആണെന്ന് കരുതാം. അപ്പൊ സ്വാഭാവികമായിട്ടും 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 4. കാരണം എന്താ? രണ്ടും കൂടെ ചേരുമ്പോഴാണ് 7 നോട്ടുകൾ വരുന്നത്. അപ്പോൾ 20 രൂപ നോട്ടുകളുടെ എണ്ണം 3 ആണെങ്കിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം 4. എടാ 20 രൂപ നോട്ടുകൾ 3 എണ്ണം ആകുമ്പോൾ 20 × 3 60 പ്ലസ് 10 രൂപ നോട്ടുകളുടെ എണ്ണം 4 ആണെങ്കിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം 4 ആണെങ്കിൽ 10 × 4 40 രൂപ മൊത്തത്തിൽ വരും. അങ്ങനെ 60 40 കൂടെ കൂട്ടിയാൽ മൊത്തത്തിൽ നമുക്ക് 100 രൂപയായില്ലേ? കറക്റ്റായി. അങ്ങനാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. അതായത് 20 രൂപ നോട്ടുകളുടെ എണ്ണം 3 ആണെന്ന് മനസ്സിലായി.
10 രൂപ നോട്ടുകളുടെ എണ്ണം 4 മനസ്സിലായി. അപ്പൊ 20 രൂപ നോട്ടുകൾ 3 ആകുമ്പോൾ 20 × 3 60. 10 രൂപ നോട്ടുകൾ 4 ആകുമ്പോൾ 10 × 40. 40 60 കൂടെ കൂട്ടിയ സെറ്റായി. അതായത് 100 രൂപയും സെറ്റായെന്ന് അർത്ഥം. ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. മൂന്നാമത്തെ ചോദ്യം കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. എഴുതി മാറിയ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യമാണ് അവസാനമായിട്ട് ചോദിച്ച് നിർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത് എന്ന് ഞാൻ ഇപ്പം പറഞ്ഞു തരാം. അപ്പോൾ എത്ര രൂപയാണ് നിക്ഷേപിക്കുന്നത്? 25,000 രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. 25,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. എത്ര നാളത്തേക്കാ? 8% നിരക്കിലാണ് 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. 25,000 രൂപ 8% നിരക്കില് 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കാലയളവ് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുകയെത്ര? ഇതാണ് ചോദ്യം. അപ്പൊ 25,000 രൂപ 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാല് 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഒരു കോഡ് വെച്ച് നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. സോ കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തെടുക്കുന്ന കോഡ്, ആ കോഡിനെ പറയുന്ന പേര് പാസ്കൽസ് ട്രയാങ്കിൾ കോഡ് എന്നാണ് പറയുന്നത് കേട്ടോ. പാസ്കൽസ് ട്രയാങ്കിൾ കോഡ് എന്നാണ് പറയുന്നത്. അത് അങ്ങനെയാണ്. കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെയാ ചെയ്യുന്നത്. ഒന്നുമില്ലടാ, സംഭവം ഇത്രേ ഉള്ളൂ. 2 വർഷമാണെങ്കിൽ നമ്മുടെ കോഡ് 121 എന്നാണ് കോഡ്. 121 എഴുതാനൊക്കെ എളുപ്പമല്ലേ? ഒന്നുമില്ല. 11ന്റെ സ്ക്വയർ എത്ര? 11ന്റെ സ്ക്വയർ 121. അല്ലെങ്കിൽ ആദ്യം 1 അവസാനം 1, രണ്ടും കൂടെ കൂട്ടി എത്ര? 1 1 കൂടെ കൂട്ടി എത്ര? 2. അങ്ങനെ എന്തിച്ചാൽ മതി. ഇതാണ് 2 വർഷത്തിന്റെ കോഡ് വെച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഡ്. അപ്പോൾ 3 വർഷത്തിന്റെ കോഡെന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളെ ആദ്യം 1 എഴുതണം. ആദ്യം എന്തോ എഴുതണം? ആദ്യം 1 അങ്ങോട്ട് എഴുതണം. എന്നിട്ട് അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ കൂട്ടണം. എന്തോന്ന്? അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ കൂട്ടണം. 2 1 കൂടെ കൂട്ടിയാൽ 3, 2 1 കൂടെ കൂട്ടിയാൽ 3, അവസാനം 1. ആ കൊള്ളാമല്ലോ, കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടോ? അതായത് ആദ്യം 1 അവസാനം 1. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തടുത്ത് കിടക്കുന്ന 2 സംഖ്യകൾ തമ്മിൽ കൂട്ടണം. ഒന്നുമില്ല, 2 വർഷമാണെങ്കിൽ 1 1, അവന്മാര് നമ്മടെ കൂട്ടിയ 2 നടുക്ക് എഴുതുക. അപ്പൊ എന്തായി? കോഡ് എന്തായി? 1 2 1. ഇനി 3 വർഷമാണെങ്കിലോ ആദ്യം 1 എഴുതുക, അവസാനം 1 എഴുതുക. എന്നിട്ട് താണ്ടേ 2 1 കൂടെ കൂട്ടിയാൽ 3, 2 1 കൂടെ കൂട്ടിയാൽ 3, അവസാനം 1. ഇനി 4 വർഷമാണെങ്കിൽ ആദ്യം 1 എഴുതുക. ആണേ, ആദ്യം 1 എഴുതുക. ഇനി 3 1 കൂടെ കൂട്ടിയാൽ 4, 3 3 കൂടെ കൂട്ടിയാൽ 6, 3 1 കൂടെ കൂട്ടിയാൽ 4, അവസാനം 1. ഇങ്ങനെ കോഡ് എഴുതി പഠിക്കണം. ഒന്നുകിൽ 2 വർഷം ചോദിക്കാം, അല്ലെങ്കിൽ 3 വർഷം. സാധാരണ 2 അല്ലെങ്കിൽ 3 മാത്രമേ ചോദിക്കാറുള്ളൂ, 4 ഒന്നും ചോദിച്ച് കാണാറില്ല. അപ്പൊ ഈ കോഡ് നിങ്ങൾ അങ്ങ് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് എല്ലാവർക്കും എഴുതിക്കൂടെ? ഇതിന് പ്രത്യേകിച്ച് ഒരു അറിവ് വേണോ? അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകണോ ഇതൊക്കെ പഠിക്കണമെങ്കിൽ? ഒരു 5ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി പോലും ഇത് വൃത്തിയായിട്ട് നമ്മളെ ഈ പാസ്കൽസ് കോഡ് വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. 121 1331 14641. എന്നിട്ട് നമുക്കിവിടെ എത്ര വർഷമാ? 2 അല്ലേ? നമുക്കിവിടെ 2 വർഷമല്ലേ? അപ്പൊ നമ്മുടെ കോഡ് എത്ര? 121 അല്ലേ? 2 വർഷമാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? 121 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മളെ ശതമാനം ഉണ്ടല്ലോ 8, അതൊന്ന് മേളിലോട്ടൊന്ന് എഴുതി വെച്ചേക്കണേ. ആ 8% മുകളിലോട്ട് വെറുതെ ഒന്ന് എഴുതുക. 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 5, 4% ആണെങ്കിൽ 4, വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചൊരു വട്ടം ഇട്ട് കൊടുക്കുക. എത്ര രൂപയാണോ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ സംഖ്യ താഴെ എഴുതണം. എത്ര ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? 25,000 അല്ലേ? ആ 25,000 വോട്ട് കൊണ്ടെന്ന് എഴുതുക. കണ്ടോ? 25,000 വോട്ട് എഴുതുക. എന്നിട്ട് ഈ 25,000ന്റെ 8% ഉണ്ടല്ലോടാ,
25,000ന്റെ 8% എടുത്ത് ഇവിടെ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനല്ലേ? അപ്പൊ സൈഡിലോട്ട് മാറ്റി ചെയ്താട്ടെ. 25,000ന്റെ 8% കണ്ടുപിടിക്കാൻ 25,000ന്റെ 8% എന്ന് പറഞ്ഞാൽ 8/100 അല്ലേ മക്കളെ? എടാ 8% എന്ന് പറഞ്ഞാൽ 8/100 അല്ലേ? 8/100 അല്ലേ? 4% 4/100 അല്ലേ? 5% 5/100 അല്ലേ? 8% 8/100 അല്ലേ? 25,000ന്റെ 8% എന്ന് പറഞ്ഞാൽ 25 × 8. 250നെ 8 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 25നെ 8 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താൽ മതി. 250നെ 8 കൊണ്ട് ഗുണിച്ചാലും മതി. എങ്ങനെ ആയാലും 2000 എന്ന് വരും. കണ്ടോ? ആ 2000 എടുത്ത് ഇവിടോട്ട് എഴുതണം. 2000 എഴുതി. ഇനി ആ 2000ന്റെ 8% എടുത്ത് അപ്പുറത്ത് എഴുതണം. 2000ന്റെ 8% എത്ര? 2000ന്റെ 8% എന്ന് പറഞ്ഞാൽ 2000ന്റെ 8%, 2 0 പോയി 2 0 പോയി. 20നെ 8 കൊണ്ട് ഗുണിച്ച 2 8 16 160. അത് അപ്പുറത്ത് എഴുതുക. അത് തൊട്ടപ്പുറത്ത് എഴുതുക. 160 അപ്പുറത്തേക്ക് എഴുതുക. ഒന്നുമില്ലടാ. 25,000 എഴുതി. 25,000ന്റെ 8% 2000 എഴുതി. 2000ന്റെ 8% 160 അപ്പുറത്തോട്ട് എഴുതി വെച്ചു. എല്ലാവർക്കും എഴുതാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലോട്ടം ഗുണിക്കുക വെറുതെ. 25,000നെ 1 കൊണ്ട് ഗുണിച്ചാൽ 25,000 എന്ന് വരും. 2000നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4000 എന്ന് വരും. 4000 എന്ന് വരും. 4000 എന്ന് വരും. 160നെ 1 കൊണ്ട് ഗുണിച്ചാല് 160നെ 1 കൊണ്ട് ഗുണിച്ചാൽ 160 എന്ന് വരും. ഇനി ഒരു പണി ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതിയടാ. ഇതെല്ലാം കൂടെ കൂട്ടുക. 25,000 4000 കൂടെ കൂട്ടിയാൽ 29,000. 29,000ന്റെ കൂടെ 160 കൂടെ കൂട്ടിയാൽ 29,000ന്റെ കൂടെ 160 കൂട്ടിയാൽ 29,000ന്റെ കൂടെ 160 കൂട്ടിയാൽ 29,160 എന്ന് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എഴുതി അവസാനിപ്പിച്ചു കഴിഞ്ഞാല് നമ്മുടെ വെട്ടിയിലെ 1 മാർക്കായി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്രയും ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. 3 വർഷമാണെങ്കിൽ 1331 എന്ന് എഴുതുക. 4 ആണെങ്കിൽ 14641 എന്ന് എഴുതുക. 5% ആണെങ്കിൽ മേളിൽ 5 എഴുതി ചെയ്ത് വൃത്തിയായിട്ട് അവസാനിപ്പിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാ പിടിച്ചോ. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 7 അംശബന്ധം 4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണെങ്കിൽ, ഇവിടെ മക്കളെ നീളം എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നമ്മൾ വെറുതെ ഒരു ചതുരം അങ്ങോട്ട് വരച്ചു. ഇതാണ് നമ്മുടെ ചതുരം. ഈ ചതുരത്തിന്റെ നീളം വീതി, നീളം ഇതാണ്, വീതി ഇതാണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 7 അംശബന്ധം 4 ആണ്. നീളം 7 ആണ്, വീതി 4 ആണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 7 അംശബന്ധം 4 ആണ്. 7:4 ആണ്. 7 അംശബന്ധം 4 ആണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണെങ്കിൽ, ഇവിടെ കാണുമ്പോഴേ നമുക്കറിയാം നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കുമ്പോഴേ നമുക്കറിയാം നീളം 7 ആണ്, വീതി 3 ആണ്. നീളം എന്ന് പറയുന്നത് 7 റേഷ്യോ, വീതി എന്ന് പറഞ്ഞാൽ 4 റേഷ്യോ. നീളം എന്ന് പറഞ്ഞാൽ 7 റേഷ്യോ, വീതി എന്ന് പറഞ്ഞാൽ 4 റേഷ്യോ. എത്ര കൂടുതലാണെന്ന് ചോദിച്ചാല് 3 റേഷ്യോ അല്ലേ കൂടുതൽ, അല്ലേ? അത് 4, ഇത് 7. അപ്പൊ സ്വാഭാവികമായിട്ടും 3 റേഷ്യോ അല്ലേ കൂടുതൽ? ആണ്. 3 റേഷ്യോ ആണ് കൂടുതൽ. ആ കൂടുതലുള്ള സാധനമാണ് ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത്. എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ 15 മീറ്റർ കൂടുതലാണ്. അംശബന്ധത്തിൽ പറഞ്ഞാല് 3 അല്ലേ കൂടുതൽ? അതായത് 3 റേഷ്യോ ആണ് ഏത്? ഈ പറയുന്ന 15. എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ 3 റേഷ്യോ കൂടുതലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 15 കൂടുതലാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 3 റേഷ്യോ ആണ് 15. ഇവിടെ മക്കളെ 3 റേഷ്യോ 15 ആണെങ്കിൽ, 3 റേഷ്യോ 15 ആണെങ്കിൽ ഒരു റേഷ്യോ എത്ര? 3 റേഷ്യോ 15 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാല് 15/3 5 എന്ന് വരും. അങ്ങനെ ഒരു റേഷ്യോ നമുക്ക്
5 കിട്ടി, ഒരു റേഷ്യോ നമുക്ക് 5 കിട്ടി, ഒരു റേഷ്യോ നമുക്ക് 5 കിട്ടി. ചോദ്യം ചോദിച്ചത് നീളം എത്രയാണെന്നാണ് ചോദ്യം. നീളം എത്ര, നീളം എത്ര, നീളം എത്ര? എടാ, നീളം എന്ന് പറഞ്ഞാൽ 7 റേഷ്യോ അല്ലേ? നീളം എന്ന് പറഞ്ഞാല് 7 റേഷ്യോ അല്ലേ? ആ നീളം എത്ര എന്ന് ചോദിച്ചാൽ 7 റേഷ്യോ എത്ര എന്നല്ലേ ചോദ്യം? നീളം എത്ര എന്ന് ചോദിച്ചാല് 7 റേഷ്യോ എത്ര എന്നല്ലേ ചോദ്യം? നീളം എത്ര എന്ന് ചോദിച്ചാൽ 7 റേഷ്യോ എത്ര എന്നാണ് ചോദ്യം. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 ആണ്, ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 7 റേഷ്യോ എന്ന് പറഞ്ഞാല് 7 × 5, 7 × 5 35, 7 × 5 35, 7 × 5 35. അപ്പോ ഇതാണ് നമ്മുടെ കഴിഞ്ഞു പോയ വിവിധ പരീക്ഷകളിൽ ചോദിച്ചു പോയ ഏതാനും ചില ചോദ്യങ്ങളാണ് ഞാൻ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. സോ നമുക്കിത് അടുത്ത ഭാഗം അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടുപഠിക്കാനും ആവർത്തന വിരസത വരാതിരിക്കുവാനും ഒക്കെ, അല്ലെങ്കിൽ ബോറടിക്കാതിരിക്കാനൊക്കെ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ കൊണ്ട് നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ പല പല ഭാഗങ്ങളായിട്ട് ഒരു 10-20 വീഡിയോ ക്ലാസ്സുകൾ ഇങ്ങനെ 10-20 മിനിറ്റിന്റെ കിട്ടുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വലിയ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് ഉയർത്തുവാൻ സാധിക്കും. വരാൻ പോകുന്ന നമ്മുടെ ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളൊരു മാത്സിന്റെ ഒരു കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ സീരീസ് ആയിട്ട് നമ്മൾ കുറെ അധികം നമ്മൾ ക്ലാസ്സുകൾ ഉടനെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഏകദേശം 10-20 ക്ലാസ്സുകളൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് പരീക്ഷ എഴുതുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഈ ജൂലൈ മാസം നടക്കാൻ പോകുന്ന നമ്മുടെ ഈ പറഞ്ഞ CPO ഡ്രൈവർ പരീക്ഷയാണെങ്കിലും, നമ്മുടെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയാണെങ്കിലും, അതേപോലെ പ്രിസൺ ഡ്രൈവർ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളൊരു ക്രാഷ് ബാച്ച് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിനോട് ആ 100 മാർക്കിന്റെ പോർഷനകത്ത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു ഡ്രൈവർ കോംബോ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സിൽ പറയത്തുള്ളൂ. അതായത് നമ്മുടെ ഓരോ അധ്യാപകരുടെയും അതേപോലെ റിസർച്ച് വിങ്ങിന്റെയും കൂട്ടായ പരിശ്രമത്തിൽ, അതായത് 2021 മുതൽ 2024 വരെ വിവിധ 10th ലെവൽ പ്രിലിംസ് മെയിൻസ് അതേപോലെ 12th ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിലെ ആവർത്തിച്ച് ചോദിച്ചു പോയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് അവിടെ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പയറ്റുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാനേ നമുക്ക് ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഈ വൈകിയ വേളയിൽ പോലും ഈ പരീക്ഷ എഴുതുവാന്ന രീതിയിൽ വലിയ ആത്മവിശ്വാസം തരുന്ന ഒരു ബാച്ചാണിത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു പരന്ന പഠനമൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് ലൈവ് ക്ലാസ്സുകൾക്കായിരിക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ അതിന്റെ PDF നോട്ടുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു ചുരുങ്ങിയ കാലയളവിലെ പരീക്ഷ ആത്മവിശ്വാസത്തോടുകൂടി നേരിടുവാൻ ഇത്തരം ബാച്ചുകൾ വളരെയധികം ഉപകാരപ്പെടും. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമായി ചരിത്രം രേഖപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഈ ഒരു ജോലി സർക്കാർ സർവീസിലേക്കുള്ള ജോലിയായി മാറട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിന്റെ ബാക്കി ക്ലാസ് മാത്സിന്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള സീരീസ് ഉടനെ ഉണ്ടാകും. സ്റ്റേ ട്യൂൺ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.